ഗൗതം, ബിൽ JPC പരിഗണിക്കും. JPCക്ക് വിടുന്ന കാര്യത്തിലുള്ള വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങളാണ് ലോക്സഭയിൽ പുരോഗമിക്കുന്നത്. ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച പ്രധാന ആരോപണം എന്ന് പറയുന്നത് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എക്കാലത്തെയും പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. എന്തായാലും JPCക്ക് വിടുന്ന കാര്യത്തിലുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ പ്രേരിതമായി മാത്രമാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നും പറയേണ്ടി വരും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നും പറയേണ്ടി വരികയില്ലേ? ഒരടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഫെഡറലിസത്തെയും തകർക്കുന്നുവെന്നും ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ബിൽ എന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ രാജ്യത്തിന്റെ മുൻകാല ചരിത്രം, പ്രത്യേകിച്ച് 1, 2, 3 പൊതു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ടാണ് BJPയും കേന്ദ്ര സർക്കാരും പ്രതിരോധം തീർക്കുന്നത്. അതായത് രാജ്യത്ത് ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടത്തുന്നത്. ആ കാലത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഫെഡറലിസത്തിന് എതിരാണ് വൺ നേഷൻ വൺ പോൾ എങ്കിൽ ജവഹർലാൽ നെഹ്റു അല്ലേ അതിനെ ആദ്യം തകർത്തത്? ആ സമീപനം ആദ്യം കൈക്കൊണ്ടത് നെഹ്റു അല്ലേ എന്ന ചോദ്യമാണ് BJPയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. NDA ക്യാമ്പ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അതിന് കൃത്യമായ മറുപടി പ്രതിപക്ഷ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കളോ നൽകുന്നില്ല. പക്ഷേ ഏകാധിപത്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പോക്കാണ്, അല്ലെങ്കിൽ ഫെഡറലിസത്തിനെതിരാണ് ഈ ബില്ലെന്ന ആവർത്തനം അത് കോൺഗ്രസ് MPമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. രാവിലെ ഈ ബില്ല് അവതരണത്തിന് മുൻപ് തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് മനീഷ് തിവാരിയെ പോലുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. സഭയ്ക്കകത്തും പുറത്തും വൺ നേഷൻ വൺ പോളിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് പ്രതിപക്ഷം. എന്തായാലും JPCക്ക് വിടണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആവട്ടെ വൺ നേഷൻ വൺ പോളുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ബില്ല് അവതരണം നടത്തി. ഇതിനുശേഷം 2034 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചുവടുവെപ്പാണ് സർക്കാർ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2014ലെയും 2019ലെയും 2024ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രഖ്യാപിതമായ നയമാണ് വൺ നേഷൻ വൺ പോൾ എന്നത്. BJPക്ക് കേവല ഭൂരിപക്ഷം ഉള്ള ഘട്ടത്തിൽ, അല്ലെങ്കിൽ NDAക്ക് കേവല ഭൂരിപക്ഷം ഉള്ള സാഹചര്യത്തിൽ ഇത്തവണ ഈ ബില്ല് നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു 8 അംഗ സമിതിയെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി പഠിക്കുന്നതിനായി നിയോഗിച്ചത്. ഈ സമിതി ഈ വർഷം മാർച്ച് മാസത്തിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകി. സമിതിയുടെ റിപ്പോർട്ടാണ് 2034 ആദ്യഘട്ടം എന്ന നിലയിൽ, വൺ നേഷൻ വൺ പോളിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭകളിലേക്ക് വോട്ടെടുപ്പ് നടത്തുക. അതിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 100 ദിവസങ്ങൾക്കകം നടക്കുക. അങ്ങനെ വരുമ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെ 3 തെരഞ്ഞെടുപ്പുകളും, നിയമസഭ, ലോക്സഭ, ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടത്താൻ സാധിക്കും. ഈ ശുപാർശയാണ് രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 12ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് ഇന്നിപ്പോൾ ഈ നിർണായകമായ ബില്ലെത്തിയിരിക്കുന്നത്. രോഹിണി. അതെ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയുടെ 129ാം ഭേദഗതി ബിൽ 2024, അതോടൊപ്പം കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവ ഉൾപ്പെടുന്ന 2 പ്രധാന ബില്ലുകൾ. ഇവയ്ക്ക് ആനുപാതികമായി മറ്റ് 17 ഭേദഗതികൾ കൂടി ആവശ്യമായി വരും. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയാണെങ്കിൽ പോലും തുടർന്നുള്ള നടപടിക്രമങ്ങൾ, ചർച്ചകൾ ഇവയൊക്കെ എത്ര കാലതാമസം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? സ്വാഭാവികമായി ായിട്ടും ഇത് നടപ്പാക്കുന്നതിൽ കുറെ കാലതാമസം ഉണ്ടാകും. അതിനാലാണ് സർക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമല്ല ഈ വൺ നേഷൻ വൺ പോൾ പ്രാവർത്തികമാക്കുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് 2029ലാണ്. എന്നാൽ 2034ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം നിരവധി ഭരണഘടനാ ഭേദഗതികൾ ഇതിന് ആവശ്യമാണ്. വിവിധ സംസ്ഥാന നിയമസഭകൾ, അതായത് നമ്മുടെ രാജ്യത്ത് 31 നിയമസഭകളാണ് ഉള്ളത്.
അതിൽ ഭൂരിപക്ഷം നിയമസഭകളുടെ അംഗീകാരം ഈ ബില്ലിന് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഭരണഘടനയിലെ വിവിധ ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ 2034 എന്ന ഒരു വർഷം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് 34 ലോക്സഭയ്ക്കൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും. അതിനുശേഷം പിന്നീട് 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വോട്ടെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ JPCയുടെ പരിഗണനയിലേക്ക് ഈ ബില്ല് വരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ JPCയുടെ സമഗ്രമായ പഠനം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിനുശേഷമാകും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പരിഗണനയ്ക്ക് വൺ നേഷൻ വൺ പോൾ ബില്ല് വരുന്നത്. അങ്ങനെ വന്നാൽ അത് കൃത്യമായി തന്നെ പാസ്സാക്കാനുള്ള നമ്പർ കേന്ദ്ര സർക്കാരിനുണ്ട്. ലോക്സഭയിൽ BJPക്ക് ഈ ഒരു ബില്ല് പാസ്സാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അംഗബലമുണ്ട്. 297 MP-മാരാണ് NDAയ്ക്കുള്ളത്. രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും NDAയ്ക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. അതിനാൽ NDA മുന്നണി എന്ന നിലയിൽ ഈ ബില്ല് അനായാസം ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കാൻ സാധിക്കും. പിന്നീട് നിയമസഭകളുടെ കൂടി അംഗീകാരം ഈ ബില്ലുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും രാജ്യത്ത് 31 നിയമസഭകളിൽ ഏതാണ്ട് 20 നിയമസഭകൾ ഭരിക്കുന്നത്, 20 നിയമസഭകളിൽ 20 സംസ്ഥാനങ്ങളിൽ അധികാരമുള്ളത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കാണ്. BJPക്ക് 13 സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ട്. അതുകൂടാതെ വിവിധ സഖ്യകക്ഷികളുമായി ചേർന്ന് NDA സർക്കാരുകൾ 20 സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം നിയമസഭകളുടെയും അംഗീകാരം ഈ ബില്ലിനെ നേടിയെടുക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. അതിനാൽ വളരെ അനായാസം തന്നെ ഈ ബില്ല് പാസ്സാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അത് 2034 യാഥാർത്ഥ്യമാകും. അതിന്റെ ഒരു ആദ്യ ചുവടുവെപ്പാണ് നമ്മളിപ്പോൾ ഈ ലോക്സഭയിൽ കാണുന്നത്. ഗൗതം, അതോടൊപ്പം JPCക്ക് വിടുന്ന കാര്യത്തിലുള്ള വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുണ്ടായി. ഇപ്പോൾ എന്ത് നടപടിയാണ് ലോക്സഭയിൽ നടക്കുന്നത്? കാരണം ഇതിൽ അനുകൂലമായും പ്രതികൂലമായും വോട്ട് ചെയ്തവരുടെ കണക്കുകൾ സ്പീക്കർ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ എന്ത് നടപടിക്രമങ്ങളാണ് നടക്കുന്നത് അവിടെ? രോഹിണി, ഇപ്പോൾ വോട്ടെടുപ്പിന് ശേഷം ഇനിയും സ്പീക്കറാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കേണ്ടത്. അതിപ്പോൾ ഓം ബിർള അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വോട്ടെടുപ്പ് നടന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് JPCക്ക് റിവ്യൂവിന് വിടണം എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ കണക്കുകൾ അല്പസമയത്തിനകം തന്നെ ചെയറിലുള്ള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് വ്യക്തമാക്കേണ്ടത്. നിലവിൽ ഈ വോട്ടിംഗ് നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് JPCയുടെ പരിഗണനയ്ക്ക് വിടണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ JPCയുടെ പരിഗണനയ്ക്ക് ബില്ല് വിടുന്നതിൽ എതിർപ്പില്ല എന്ന നിലപാട് കൈക്കൊണ്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് JPCയുടെ പരിഗണനയ്ക്ക് ബില്ല് അയക്കാം എന്നത് സംബന്ധിച്ചുള്ള നിലപാടെടുത്തിട്ടുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ നിലപാടാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിൽ വിശദീകരിച്ചത്. ഒപ്പം ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളും ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന വികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന കാര്യം കൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബില്ല് പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം, തള്ളിക്കളയണം എന്ന നിലപാടാണ് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ കൈക്കൊണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് JPC അന്വേഷണം വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വോട്ടിംഗ് ലോക്സഭയ്ക്കകത്ത് അനിവാര്യമായി വന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ലോക്സഭാ സ്പീക്കർ എത്തും. ശരി, ഗൗതമിലേക്ക് എത്താം. ഗൗതം തുടരുക. ലോക്സഭയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ ഗൗതം നൽകും.